ICDS സൂപ്പർവൈസറിന്റെ രണ്ടാമത്തെ മോഡൽ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ എക്സാമിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇത്തവണ ഈ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ ലെറ്റ് us see what these questions are. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ 1 എന്നും കാണും, അതോടൊപ്പം ഇവിടെ ക്വസ്റ്റ്യൻ വേറൊരു നമ്പറും കൂടി ഇവിടെ കാണും. അപ്പൊ ഇത് ആ ചോദ്യ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ നടത്തിയ മോഡൽ എക്സാമിന്റെ ആണ്. മോഡൽ എക്സാം 1 കഴിഞ്ഞു, അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് ടോപ്പ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് ടോപ്പ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു Kelley's covariation model, which combination would likely lead to an external attribution? ഇവിടെ നമുക്ക് 4 ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് കെല്ലിയുടെ കോവേരിയേഷൻ മോഡലിനകത്ത് ഏത് കോമ്പിനേഷൻ ആണ് ഒരു എക്സ്റ്റേണൽ ആട്രിബ്യൂഷനിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ കോവേരിയേഷൻ മോഡലിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിനകത്ത് എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് മോർ ലൈക്ലി when the behavior is seen as a result of external circumstances, അല്ലെ? അപ്പൊ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ശരിക്കും എന്താ പറയേണ്ടത് ഈ ഒരു ബിഹേവിയർ. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് നമുക്ക് വന്നെത്തുന്നത് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ഒരു കൺസെൻസസ് അനുസരിച്ചാണ്. ഹയർ കൺസെൻസസ് ഇവിടെ ഉണ്ടാകണം. അപ്പോൾ അതായത് ഹയർ കൺസെൻസസ് എപ്പോഴാണ് വരുന്നത്? ഒരേ രീതിയിൽ ആ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ അതേപോലെ ബിഹേവ് ചെയ്യുന്ന, many people behave in the same way in that same situation. അതാണ് ശരിക്കും ഇവിടെ ഹൈ കൺസെൻസസ്. കൺസെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരേപോലെയുള്ള, അതായത് ഒരു നമുക്ക് എന്താ പറയേണ്ടത്, ഒരു കാറ്റഗറിയിൽ പെടുത്താം, ഒരേപോലെയുള്ള ബിഹേവിയർ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഹൈ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് ആണ് അടുത്ത ഒരു ഫാക്ടർ ഇവിടെ. അപ്പം ഹൈ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബിഹേവിയർ ഇസ് അൺയൂഷ്വൽ ഫോർ ദ ഇൻഡിവിജ്വൽ ഇൻ അതർ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു കോണ്ടെക്സ്റ്റില് അവർക്ക് എന്താ പറയേണ്ടത്, അവരുടെ ബിഹേവിയർ അൺയൂഷ്വൽ, അതിനാണ് ഇവിടെ ഹൈ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊന്ന് ഹൈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ബിഹേവിയർ തന്നെ റിപ്പീറ്റഡ്ലി നടക്കുന്ന, അതേ സാഹചര്യം വരുമ്പം അതേ ബിഹേവിയർ തന്നെ എക്സിബിറ്റ് ചെയ്യുന്നു. അതാണ് ഹൈ കൺസിസ്റ്റൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് എന്താ, ഹൈ കൺസെൻസസ്, ഹൈ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ്, ഹൈ കൺസിസ്റ്റൻസി എന്നുള്ള ഈ 3 ഫാക്ടേഴ്സ് ആണ് ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ബിഹേവിയർ എക്സ്റ്റേണൽ കോസസ് കൊണ്ടാണ്. അപ്പൊ എക്സ്റ്റേണൽ കോസസ് ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ആ ഒരു ബിഹേവിയർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻ ബി, ഹൈ കൺസെൻസസ്, ഹൈ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ്, ഹൈ കൺസിസ്റ്റൻസി. ഈ ഒരു കോമ്പിനേഷൻ ആണ് എന്താ പറയേണ്ടത്, എക്സ്റ്റേണൽ ആട്രിബ്യൂഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കോമ്പിനേഷൻ ഇതാണ്. ഇനി ഓപ്ഷൻ എ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ കൺസെൻസസ്, ലോ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ്, ഹൈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ ലോ കൺസെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവര്, അതേഴ്സ് ഡു നോട്ട് ബിഹേവ് സിമിലർലി, അല്ലെ? മറ്റുള്ളവർ ഒരേപോലെ ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് വരുന്ന ഒരു സജഷൻ എന്താ? അതൊരു ഇന്റേണൽ ആട്രിബ്യൂഷൻ ആണ്. അത് വ്യക്തിപരമായിട്ട് അതിനകത്ത് വ്യത്യാസം വരും എന്നുള്ളതാ വരുന്നത്. ഓപ്ഷൻ സി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ലോ കൺസെൻസസ്, ഹൈ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ്, ലോ കൺസിസ്റ്റൻസി എന്നിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ലോ കൺസിസ്റ്റൻസി ആണ് ശരിക്കും അവിടെ പറയുന്നത്. അപ്പോഴും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ബിഹേവിയർ സ്റ്റേബിൾ അല്ല. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്ക് സിമിലർ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഒരേപോലെയുള്ള ബിഹേവിയർ വരണമെന്നുള്ളതാ. അപ്പൊ ഇവിടെ ബിഹേവിയർ സ്റ്റേബിൾ അല്ല. ഒരേപോലത്തെ സാഹചര്യത്തില്, പല അവസരങ്ങളിൽ ഉണ്ടാകുന്ന ഒരേ കണക്കത്തെ സാഹചര്യത്തില് ബിഹേവിയർ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന എന്താ, ടു ഒരു സിറ്റുവേഷണൽ അല്ലെങ്കിൽ ഒരു ടെമ്പററി കോസ് എന്നുള്ള നിലയിലാണ്. പക്ഷെ അത് ഒരു എന്താ പറയേണ്ടത്, ഒരു കൺസിസ്റ്റന്റ് എക്സ്റ്റേണൽ ഫാക്ടർ അല്ല, ടെമ്പററി ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടർ. അത് നമുക്കിവിടെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ള. ഓപ്ഷൻ ഡി നമ്മൾ നോക്കിയാലോ, ഹൈ കൺസെൻസസ്, ലോ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് ആൻഡ് ലോ കൺസിസ്റ്റൻസി ആണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്.
അപ്പൊ ലോ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക രീതിയിൽ പല കോണ്ടെക്സ്റ്റിൽ ഇൻഡിവിജ്വൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ലോ ഡിസ്റ്റിങ്ക്റ്റിവ്നെസ് ആണ്. അപ്പൊ അത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അത് ഇന്റേണൽ ആണ്, എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ അല്ല. അത് കൂടുതലും ഒരു ഇന്റേണൽ ആട്രിബ്യൂഷനിലേക്ക് ഒരു ചായ്വ് അതിന് വരുന്നുണ്ടാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. Now moving on to the next one, this is in qualitative research, what is the primary purpose of data saturation? Data saturationന്റെ primary purpose എന്താണ്? Data saturation എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓപ്ഷൻ എ, to stop data collection when no new information is found. പുതിയ ഇൻഫർമേഷൻ കിട്ടാതെ വരുന്ന അവസരത്തിൽ ഡേറ്റ കളക്ഷൻ നിർത്തുക എന്നുള്ളത്. രണ്ടാമത്തതോ, ടു കളക്ട് ആസ് മച്ച് ആസ് ഡേറ്റ പോസിബിൾ. എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കളക്ട് ചെയ്യുക എന്നുള്ളത്. ഓപ്ഷൻ സിയോ, ടു എൻഷുർ ദാറ്റ് എവറി പാർട്ടിസിപ്പന്റ് ഇസ് ഹേർഡ്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തുവാണെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിന്റെ കയ്യിൽ നിന്നും അവർക്ക് പറയാനുള്ളത് കേട്ടു എന്ന് ഉറപ്പ് വരുത്തുക. അതാണോ ഡേറ്റ സാച്ചുറേഷൻ? ഓപ്ഷൻ ഡി എന്താണ്? ടു ജനറലൈസ് ഫൈൻഡിങ്സ് ടു എ ലാർജർ പോപ്പുലേഷൻ. അപ്പൊ ആ ഫൈൻഡിങ്സിനെ ജനറലൈസ് ചെയ്ത് ഒരു ലാർജർ പോപ്പുലേഷനിൽ അത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ശരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഡേറ്റ സാച്ചുറേഷൻ എപ്പോഴാണ് നടക്കുന്നത്? എക്സ്ട്രാ ഡേറ്റ അല്ലെങ്കിൽ അഡീഷണൽ ഡേറ്റ കളക്ഷൻ ഇനി മുതൽ ആ ഡേറ്റ നമ്മൾ അഡീഷണൽ കളക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുതിയ അറിവൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ പുതിയ തീം ഒന്നും ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത്, ലെറ്റ് സേ നമ്മൾ 2000 പീസസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത്, ഇനി 2001, 2005, 2100 അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരേപോലത്തെ ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഡേറ്റയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. വ്യത്യാസം വന്നെങ്കിലല്ലേ എന്തെങ്കിലും ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പുതിയ തീം നമുക്ക് അവിടെ വരൂ. അപ്പൊ പുതിയതായിട്ട് ഇനി ഒന്നും കിട്ടുന്നില്ല. ഡേറ്റ നമുക്ക് എത്ര വേണമെങ്കിലും കളക്ട് ചെയ്യാം, പക്ഷെ പുതിയതായിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വളരെയധികം കീ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് that enough information has already been gathered. നമുക്ക് ആവശ്യമുള്ള ഡിഫറെന്റ് തരത്തിലുള്ള ഇൻഫർമേഷൻ, ആ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ആവശ്യമായ വ്യത്യസ്തമായ തരത്തിലുള്ള ഇൻഫർമേഷൻ ഓൾറെഡി നമ്മൾ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര നോക്കിയിരുന്നാലും നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തിനെയാണോ ചർച്ച ചെയ്യുന്നതല്ല, എന്തിനെ കുറിച്ചാണോ ആ റിസർച്ചിൽ പഠിക്കുന്നത്, അതിനാവശ്യമായ ഡേറ്റ ഓൾറെഡി കളക്ട് ആയി കഴിഞ്ഞ്. അപ്പൊ ഇനി കളക്ട് ചെയ്യുന്ന ഡേറ്റ റെപ്പറ്റിഷൻ ആകും, റിപ്പീറ്റഡ് ഡേറ്റ ആകും, അതുകൊണ്ട് ഉപയോഗമില്ല. അങ്ങനെയാണ് അത് സാച്ചുറേറ്റഡ് ആയി എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ടു സ്റ്റോപ്പ് ഡേറ്റ കളക്ഷൻ വെൻ നോ ന്യൂ ഇൻഫർമേഷൻ ഇസ് ഫൗണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നത്. ഇനി ഓപ്ഷൻ ബി നമ്മൾ നോക്കിയാലോ, ടു കളക്ട് ആസ് മച്ച് ഡേറ്റ ആസ് പോസിബിൾ. അപ്പോ കളക്ടിങ് ആസ് മച്ച് ഡേറ്റ ആസ് പോസിബിൾ എന്നുള്ളതല്ല ഇതിന്റെ ഒരു പ്രധാന ഗോൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എഫിഷ്യന്റ് ആവുക, അല്ലേ? അപ്പോൾ ആ ഒരു സാച്ചുറേഷൻ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്ത്, കാരണം ഇനി അങ്ങോട്ട് എത്ര കളക്ട് ചെയ്തിരുന്നാലും ഇതേപോലെയുള്ള ഡേറ്റയെ കിട്ടൂ. അപ്പൊ നമ്മൾ മാക്സിമം എല്ലാ ഏരിയാസും കവർ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താണ്? ടു എൻഷുർ ദാറ്റ് എവറി പാർട്ടിസിപ്പന്റ് ഇസ് ഹേർഡ് എന്നുള്ളത്. ഓക്കെ, ഇതൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം പല പാർട്ടിസിപ്പൻസിന്റെയും കാഴ്ചപ്പാടുകൾ, അവരുടെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. പക്ഷെ സാച്ചുറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്പെസിഫിക്കലി റെഫർ ചെയ്യുന്നത് എന്താണ്? ഇനി എത്ര നമ്മൾ ആൾക്കാരെ കേട്ടിരുന്നാലും പുതിയതൊന്നും വരാനില്ല, എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ പുതിയ പാർട്ടിസിപ്പൻസിനെ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, ടു ജനറലൈസ് ഫൈൻഡിങ്സ് ടു എ ലാർജർ പോപ്പുലേഷൻ. ഇപ്പം ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ടിപ്പിക്കലി ഇറ്റ് ഡസ് നോട്ട് എയിം ഫോർ ജനറലൈസേഷൻ ടു എ ലാർജർ പോപ്പുലേഷൻ. ഒരു ലാർജർ പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യുന്നത് ശരിക്കും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് അതിന് എന്താ പറയേണ്ടത് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ശരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ആപ്ലിക്കബിൾ ആണിത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട്. ഇതൊരു നോട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നോട്ട് ഇതേപോലെ ക്യാപിറ്റലൈസ് ചെയ്തായിരിക്കില്ല എഴുതുന്നത്, അത് സ്മോൾ ലെറ്റേഴ്സിൽ തന്നെ ആയിരിക്കും എഴുതി വരിക. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ഡെവലപ്മെന്റ് ആസ് ഡിസ്ക്രൈബ്ഡ്
എന്നുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ച മെറ്റീരിയൽസിൽ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടർ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം ഒന്നുകൂടെ നോക്കിക്കോളുക. നമ്മൾ ഈ ചോദ്യം ഇവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചാൽ മതി. ഇത്രയും മതി നമുക്ക് ഈ ഒരു ചോദ്യം. ഓക്കെ, ഈ ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ വന്നങ്ങ് അവസാനിക്കുന്നു എന്ന് കണക്കാക്കുക. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ഡെവലപ്മെന്റ്? അപ്പോൾ ആൻസർ ഓപ്ഷൻസ് ഇതാണ്: ഹെറിഡിറ്റി, പേരന്റൽ എഡ്യൂക്കേഷൻ, പിയർ പ്രഷർ, സൊസൈറ്റിയൽ നോം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഓക്കെ, ഇവിടെ നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് നമ്മൾ ICDSന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് 6 വയസ്സാകുമ്പോഴത്തേക്ക് ആ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു അല്ലെ? അത് കഴിഞ്ഞും കുട്ടി തന്നെയാണ്, പക്ഷേ ICDSന്റെ ആ ഒരു പെർവ്യൂവിൽ നിന്ന് പുറത്തുപോയി പിന്നെ മറ്റ് സ്കീംസിലേക്ക് ആ കുട്ടി പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രെയിംവർക്കിലുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഓപ്ഷൻ എ, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. പേരന്റൽ എഡ്യൂക്കേഷൻ, മാതാപിതാക്കളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും ആ ഒരു കുട്ടിയുടെ ലേണിംഗ് എൻവയൺമെന്റ് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. ആൻഡ് സൊസൈറ്റിയൽ നോംസും അവിടെ വരുന്നത്. സൊസൈറ്റിയുടെ നോംസ് അവിടെ. അപ്പൊ ഈ സൊസൈറ്റിയുടെ നോംസ് ആണ് ശരിക്കും ആ ഒരു കുഞ്ഞിന്റെ സോഷ്യൽ ബിഹേവിയറും നമ്മൾ ആ കുട്ടിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അതായത് മുതിർന്നവരെ ബഹുമാനിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അത് സൊസൈറ്റിയൽ നോംസിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓഡ് വൺ ഇസ് പിയർ പ്രഷർ. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാർ, അവരുടെ കൂടെ പഠിക്കുന്നവരുടെ പ്രഷർ. ഈ പിയർ പ്രഷർ ആപ്ലിക്കബിൾ ആകുന്നത് ഏത് സാഹചര്യത്തിലാണെന്നറിയാമോ? ഈ ഒരു കുട്ടി അഡോളസെന്റ് ആകുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ടീനേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിയർ പ്രഷർ അവിടെ ശരിക്കും വർക്കാകും. പക്ഷെ ഈ 6 വയസ്സിൽ താഴോട്ട് വരുന്നവർക്ക് പിയർ പ്രഷർ ശരിക്കും അവരുടെ ഒരു ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ഫ്രെയിംവർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പിയർ പ്രഷർ ഒരു ഭാഗം അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ പിയർ പ്രഷർ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ. Number 4. Which of the following best defines maturation in child development? അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിൽ മെച്യൂറേഷൻ, ഒരു കുട്ടി മെച്യൂർഡ് ആയി എന്ന് നമുക്ക് പറയുമ്പം, അല്ലെങ്കിൽ മെച്യൂറേഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു കുട്ടിയുടെ കുട്ടി മെച്യൂർഡ് ആയെന്നല്ല പറയുന്നത്, കുട്ടിയുടെ മെച്യൂറേഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഓപ്ഷൻസ് ഇതാണ്: ലേണിംഗ് ത്രൂ പ്രാക്ടീസ്, അതോ ദ നാച്ചുറൽ അൺഫോൾഡിങ് ഓഫ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ്. ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് ബയോളജിക്കലി കിട്ടിയത്, പേരൻസിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ആൻഡ് ദ റിസൾട്ട് ഓഫ് എൻവയറമെന്റൽ ഇൻഫ്ലുവൻസ്, അതോ എ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്താണ് മെച്യൂറേഷൻ എന്ന വാക്കുകൊണ്ട് ചൈൽഡ് ഡെവലപ്മെന്റിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോ മെച്യൂറേഷൻ, ചൈൽഡ് ഡെവലപ്മെന്റിൽ മെച്യൂറേഷൻ എന്ന് നമ്മൾ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പറയേണ്ടത്? ആ ഒരു ബയോളജിക്കൽ ഗ്രോത്ത് പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ബയോളജിക്കൽ ഗ്രോത്ത് പ്രോസസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി അത് പ്രോഗ്രാംഡ് ആണ് അല്ലെ? ആൻഡ് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തനിയെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നടക്കും. അതിന് ശരിക്കും എൻവയൺമെന്റിന്റെ ഒരു സ്വാധീനം ഇല്ലാതെ തന്നെ ആ സാഹചര്യത്തിന്റെ, കുട്ടി വളരുന്ന എൻവയൺമെന്റിന്റെ സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം ഇല്ലാതെ തന്നെ മെച്ചുറേഷൻ നടക്കും ചൈൽഡ് ഡെവലപ്മെന്റിൽ എന്നുള്ളതാണ്. കാരണം അത് ജനറ്റിക്കലി പ്രോഗ്രാംഡ് ആണ്. അപ്പൊ അതിനകത്ത് ശരിക്കും എന്താ പറയണ്ടേ, അൺഫോൾഡിങ് ഓഫ് ട്രെയ്റ്റ്സ് ആൻഡ് എബിലിറ്റീസ് ആണ് ശരിക്കും അവിടെ വരുന്നത്. അപ്പൊ ഇത് ആ ഒരു കുട്ടിക്ക് ഉണ്ടാകേണ്ട ട്രെയ്റ്റ്സും എബിലിറ്റീസും അത് ജനറ്റിക്കലി പ്രീ ഡിറ്റർമിൻഡ് ആണ്. നേരത്തെ കുട്ടി ജനനത്തിന് മുന്നേ തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. സോ ഓപ്ഷൻ ബി ആണ് ഇതിനെ ഏറ്റവും നല്ലതായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട്. നമുക്ക് ഇപ്പൊ മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അൺഫോൾഡിങ് ഓഫ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് എന്നുള്ളത് നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് അതിനെ പറയാം. Okay, let's move on to question number 5. Question 5 ഇതാണ്: Which of the following theorists is associated with the concept of unconditional positive regard? അപ്പൊ ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ള ആ ഒരു ടേം ഏത് തിയറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഏത് തിയറിയുമായിട്ടാണ് നമ്മൾ ശരിക്കും ഇതോടെ കേട്ടിരിക്കുന്നത്? കാൾ ജങ് ആണോ, B.F. സ്കിന്നർ ആണോ, കാൾ റോജേഴ്സ് ആണോ, അതോ ആൽഫ്രഡ് ആഡ്ലർ ആണോ? ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ? ഓക്കെ, ശരി.
ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാണ്? അല്ലെ കാൾ ജങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ കാൾ ജങ് ശരിക്കും ഫോക്കസ് ചെയ്തത് അനലിറ്റിക്കൽ സൈക്കോളജിയിലാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കോൺസെപ്റ്റ്. ഇനി സ്കിന്നറിന്റെ കാര്യം പറയാനാണെങ്കിലോ, സ്കിന്നറും ഒരു ബിഹേവിയറിസ്റ്റ് തന്നെയായിരുന്നു അല്ലേ, പക്ഷേ അദ്ദേഹത്തിന്റെ വർക്ക് പ്രധാനമായിട്ട് എവിടെയായിരുന്നു? ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലായിരുന്നു. ഹ്യൂമനിസ്റ്റിക് കോൺസെപ്റ്റ്സിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നുള്ളത്. ഓക്കെ. ആൻഡ് നമ്മൾ ആൽഫ്രഡ് ആഡ്ലറിന്റെ കാര്യം പറയാനാണെങ്കിലോ, ശരിക്കും ഇൻഡിവിജ്വൽ സൈക്കോളജിയിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലെയുള്ള കോംപ്ലക്സുകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഏരിയ ഓഫ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നൗ വി ആർ ലെഫ്റ്റ് വിത്ത് കാൾ റോജേഴ്സ്, ഓപ്ഷൻ സി. കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ ഒരു പ്രോമിനന്റ് ഫിഗർ ആണ്. അദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്നുള്ളത് എന്താ പറയേണ്ടത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, പോസിറ്റീവായിട്ടുള്ള ഒരു റിഗാർഡ്, ഓക്കെ, അത് ഒരു കണ്ടീഷനും ഇല്ലാതെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഒരു മറ്റൊരു വ്യക്തിയെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതായത് എന്താ പറയേണ്ടത്, ഒരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റോ സ്പെഷ്യൽ കണ്ടീഷൻസോ വെക്കാതെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, നീ എന്നെയും സപ്പോർട്ട് ചെയ്യണം. അവിടെ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? നീ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ആ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി സെൽഫ്ലെസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ. അതാണ്. ഒരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റും അവിടെ നടത്തുന്നില്ല, ഒരു തരത്തിലുള്ള കണ്ടീഷൻസും അവിടെ വെക്കുന്നില്ല. അതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആ ഒരു പേഴ്സൺ സെന്റേർഡ് തെറാപ്പി അപ്രോച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ്, വാട്ട് ഡിസ്റ്റിങ്ക്വിഷസ് സൈക്ലോതൈമ ഫ്രം ബൈപോളാർ ഡിസോർഡർ? അപ്പോ സൈക്ലോതൈമ, ബൈപോളാർ ഡിസോർഡർ, ഇതിനെ രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത് എന്ത് ഘടകമാണ് എന്നുള്ളത്. അപ്പൊ മൂഡ് ഡിസോർഡറിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നമുക്ക് 4 ഓപ്ഷൻസും ഇവിടെയുണ്ട്. സൈക്ലോതൈമ ഇൻവോൾവ്സ് ഫുൾ ബ്ലോൺ മാനിയ എന്നിവിടെ പറയുന്നു. അപ്പൊ ഫുൾ ബ്ലോൺ മാനിയ എന്ന് പറയുന്നത് അത് ബൈപോളാറിന്റെ ഒരു സിംറ്റമാണ്. ഓക്കെ, ബൈപോളാറിന്റെ ഒരു സിംറ്റമാണ് അത്. ശരിക്കും സൈക്ലോതൈമിയയുടെ അല്ല. അപ്പൊ ഇതിനെ വ്യത്യാസപ്പെടുത്തുന്ന എന്തെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി നോക്കിയേ. സൈക്ലോതൈമിയ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൈൽഡ് മൂഡ് സ്വിങ്സ് എന്നുള്ളത്. അപ്പോ സൈക്ലോതൈമിയയില് എന്താ പറയണ്ടേ, അതൊരു മൈൽഡ് ഫോം ഓഫ് ബൈപോളാർ ഡിസോർഡർ ആണ്. ബൈപോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു ബൈപോളാറിന്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് ഈ സൈക്ലോതൈമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര കാഠിന്യമേറിയതല്ല എന്നുള്ളതാണ്. എന്നാൽ ബൈപോളാറിലോ അത് ഭയങ്കര കാഠിന്യമേറിയതാണ്. അപ്പോ മൂഡ് സ്വിങ്സ് ആക്ച്വലി, അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ദ മൂഡ് സ്വിങ്സ് ബിറ്റ്വീൻ ഹൈപ്പോമേനിയ ആൻഡ് മൈൽഡ് ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബൈപോളാർ ഡിസോർഡറിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ എക്സ്ട്രീം മൂഡ് എപ്പിസോഡ്സ് ആണല്ലേ. അവിടെ മേനിയയും വരും, മേജർ ഡിപ്രഷനും വരും. മേനിയ ഹൈപ്പർ ആകുന്നു, ഡിപ്രഷൻ ഏറ്റവും താഴേക്ക് പോകുന്നു. സോ ഓപ്ഷൻ ബി, സൈക്ലോതൈമിയ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൈൽഡ് മൂഡ് സ്വിങ്സ്. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് രണ്ടിലും ഉണ്ട്, ബൈപോളാറിലും ഉണ്ട്, സൈക്ലോതൈമിയയിലും ഉണ്ട്, രണ്ടിലും ഉണ്ട്. സോ ഓപ്ഷൻ ബി. ഇനി ഓപ്ഷൻ സി എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്ലോതൈമിയയിൽ ശരിക്കും എന്താണ്, അത് ഡിപ്രസീവും ഉണ്ട്, ഹൈപ്പോമേനിയാക് സിംറ്റംസും ഉണ്ട്. ജസ്റ്റ് ഡിപ്രസീവ് എപ്പിസോഡ്സ് മാത്രമല്ല അതിനകത്ത് വരുന്നത് അല്ലേ. ഓപ്ഷൻ ഡി നമ്മൾ നോക്കിയാലോ, ഈ സൈക്ലോതൈമിയ എന്ന് പറയുമ്പോഴത്തേക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, പക്ഷേ അത് ലെസ് സിവിയർ ആണ്. ഇവിടെ ഡസ് നോട്ട് ഇൻവോൾവ് മൂഡ് സ്വിങ്സ് എന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. പക്ഷെ മൂഡ് സ്വിങ്സ് ഉണ്ട്. ആൻഡ് ഈ മൂഡ് സ്വിങ്സ് തന്നെയാണ് ഇതിനെ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്നത്. എന്താണ്, ബൈപോളാറിൽ മൂഡ് സ്വിങ്സിന് ഭയങ്കര ഇന്റൻസിറ്റി ആയിരിക്കും, എന്നാൽ ഇതിനകത്ത് മൂഡ് സ്വിങ്സിന്റെ ഇന്റൻസിറ്റി കുറവാണ് എന്നുള്ളതാണ് ആ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. ഓക്കെ, അടുത്തത് നമ്പർ 7.
which personality trait is not part of the big 5 personality traits? അപ്പോൾ ബിഗ് 5 personality traits ഉണ്ട്. ബിഗ് 5 personality traits ഏതൊക്കെയാണ്? ഓപ്പൺനെസ്, ഓക്കെ, ഓപ്പൺനെസ് അതിനകത്ത് വരുന്നു, എക്സ്ട്രാവേർഷൻ അതിനകത്ത് വരുന്നു, എഗ്രിയബിൾനെസ് അതിനകത്ത് വരുന്നു, ആൻഡ് ന്യൂറോട്ടിസിസം അതിനകത്ത് വരുന്നു, ആൻഡ് കോൺഷ്യൻഷ്യസ്നെസ് അതും അതിനകത്ത് വരുന്നത്. അതാണ് ആ ഒരു 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താ പറയേണ്ടത്? ഇവിടെ നോട്ടാണേ, നോട്ട്. അപ്പോൾ ശരിക്കും ഏതാണ് ഇതിനകത്ത് വരാത്തത്? എഗ്രിയബിൾനെസ് അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, എഗ്രിയബിൾനെസ് അതിൻ്റെ ഭാഗമാണ്. ക്രിയേറ്റിവിറ്റി അതിൻ്റെ ഭാഗമാണോ? ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഓപ്ഷൻസ് വൺസ് അഗെയിൻ. അപ്പോൾ ബിഗ് 5-ല് ഓപ്പൺനെസ് വരും, കോൺഷ്യൻഷ്യസ്നെസ് വരും, എക്സ്ട്രാവേർഷൻ വരും, എഗ്രിയബിൾനെസ് വരും, ന്യൂറോട്ടിസിസം. അപ്പൊ ശരിക്കും ക്രിയേറ്റിവിറ്റിയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാത്തത്. അപ്പൊ ക്രിയേറ്റിവിറ്റി നമ്മൾ എന്താ പറയേണ്ടത്? അത് ഓപ്പൺനെസ്സുമായിട്ട് അസോസിയേറ്റഡ് ആണ്, പക്ഷേ എക്സ്ക്ലൂസീവ്ലി ആ ഒരു ബിഗ് 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റിൽ പറഞ്ഞിട്ടില്ല. അത് ഓപ്പൺനെസ്സിന് വരുന്ന ഒരു ഐറ്റം ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി, ക്രിയേറ്റിവിറ്റി ബിഗ് 5 പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിന്റെ ഭാഗം അല്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്പർ 8. വിച്ച് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ക്യാൻ റിസൾട്ട് ഇൻ ഡിലേഡ് വാക്കിംഗ് ആൻഡ് വീക്ക് മസിൽസ് ഇൻ ചിൽഡ്രൻ? അപ്പൊ കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നത് വൈകുന്ന്, ആൻഡ് അവരുടെ മസിൽസ് വീക്ക് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് ഏത് മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി കൊണ്ടാണ്? അയേൺ, കാൽഷ്യം, വിറ്റമിൻ ഡി ഓ സിങ്ക്? ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അപ്പം വിറ്റമിൻ ഡി ആക്ച്വലി ദാറ്റ് ലീഡ്സ് ടു റിക്കറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക്. അപ്പോൾ ഈ റിക്കറ്റ്സിലാണ് ശരിക്കും അവരുടെ ബോൺസ് സോഫ്റ്റ് ആകുന്നത്, മസിൽസ് വീക്ക് ആകുന്നത്, മോട്ടോർ ഡെവലപ്മെന്റ്, കൈകാലുകളുടെ ഡെവലപ്മെന്റ് ഡിലേ ആകുന്നത്, അങ്ങനെ ഡിലേഡ് ആയിട്ടുള്ള വാക്കിംഗ് അവിടെ വരുന്നു എന്നുള്ളത്. അപ്പം അയേണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പ്രധാനമായിട്ട് അനീമിയയാണ് എത്തുന്നത് അല്ലേ? അപ്പം അനീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് എനർജി ലെവൽസിനെ, അവർ ശരീരത്തിലെ എനർജി ലെവൽസിനെ അത് ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാൽഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോൺ ഹെൽത്ത്. ബോൺ ഹെൽത്തിന് അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ വിറ്റമിൻ ഡി ആണ് കുറെ കൂടെ ഒരു ഡയറക്റ്റ് റോൾ അവിടെ വരുന്നത് മസിൽ സ്ട്രെങ്ത്തിലും ബോൺ ഡെവലപ്മെന്റിലും. കാരണം ഇവിടെ രണ്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്ത്തും വരണം, ആൻഡ് എന്താ പറയേണ്ടത്, വീക്ക് മസിൽസ് ഉണ്ടാക്കുന്നത്, ഡിലേഡ് വാക്കിംഗ് അതിന് മസിൽസിന്റെ പ്രശ്നം കൊണ്ടും വരാം, ബോൺസിന്റെ അണ്ടർ ഡെവലപ്മെന്റ് കൊണ്ടും ആ ഡിലേഡ് വാക്കിംഗ് അവിടെ വരാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് വരുന്നത് വിറ്റമിൻ ഡിയുടെ ആ ഒരു കുറവ് കൊണ്ടാണ്, അല്ലാതെ അയേണിന്റെ ആ ഒരു വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ്, കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ട് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഐ മീൻ കുറെ കൂടെ ഡയറക്റ്റ് ആയിട്ട് അതിനെ ഇമ്പാക്ട് ചെയ്യുന്നത് വിറ്റമിൻ ഡി ആണ്. കാൽഷ്യം വേണം, ബോൺ ഡെവലപ്മെന്റിന് കാൽഷ്യം വേണം എന്നുള്ളത് തന്നെയാണ്. ഇനി സിങ്കിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിലോ അത് ഗ്രോത്തിനെയും ഇമ്മ്യൂൺ ഫങ്ഷനെയും എഫക്ട് ചെയ്യുന്നതാണ് സിങ്കിന്റെ കാര്യം പറയാനാണ്. ഓക്കെ, ആൻഡ് നമ്പർ 9. In which type of delusion does the individual believe that they are being followed or conspired against? അപ്പോൾ ഇത് ഒരു ഡെല്യൂഷന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏത് തരത്തിലെ ഡെല്യൂഷനിലാണ് ആൾക്കാർക്ക് തോന്നുന്നത് ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്കെതിരെ ആരോ എന്താ പറയേണ്ടത് ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്, എന്നെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കട്ടിലടിയിലൊക്കെ കയറി ഒളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യം അതൊരു ഡെല്യൂഷനാണ്. സത്യത്തിൽ ആരും അവരുടെ പിന്നാലെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഡെല്യൂഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് ടൈപ്പ്, എന്തുകൊണ്ട് എന്നല്ല, ഏത് ടൈപ്പ് ഓഫ് ഡെല്യൂഷനിൽ അത് വരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ഗ്രാൻഡോസ് ഡെല്യൂഷൻസ്, പെർസെക്ടറി ഡെല്യൂഷൻസ്, എറോട്ടോമാനിക് ഡെലൂഷൻസ് ആൻഡ് ജെലസ് ഡെല്യൂഷൻസ്. ഇവിടെ നമ്മൾക്ക് ശരിക്കും ഇത് പെർസിക്യൂഷൻ എന്നൊക്കെയുള്ള ആ ഒരു വാക്ക് നമ്മൾ ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക. സോ ഓപ്ഷൻ ബി തന്നെയാണ് നമ്മുടെ ആൻസർ ഇവിടെ, പെർസിക്യൂട്ടറി ഡെല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഈ ഒരു ബിലീഫ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നത്, അവരെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെയുള്ളത്. അപ്പൊ ഇതൊരു കോമൺ സിംറ്റം ആണ്. പല മെന്റൽ ഡിസോർഡേഴ്സിലും ഇത് ഒരു കോമൺ സിംറ്റം ആയിട്ട് വരും.
ഇനി ഓപ്ഷൻ എ ഗ്രാൻഡോസ് ഡെലൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ അവർക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള എബിലിറ്റീസും പവറും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം, സൂപ്പർമാൻ ആണെന്ന് അവർ വിചാരിക്കുന്നു. ഓപ്ഷൻ സി നമ്മൾ നോക്കിയാലോ, എറോട്ടോമാനിക് ഡെലൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ദ ബിലീഫ് ദാറ്റ് അനദർ പേഴ്സൺ ഓഫൻ ഓഫ് ഹയർ സ്റ്റാറ്റസ് ഇസ് ഇൻ ലവ് വിത്ത് ദ ഇൻഡിവിജ്വൽ. അപ്പോ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഉണ്ടല്ലേ ആൾക്കാർക്ക്. അപ്പോൾ എനിക്കിപ്പം അത് തോന്നുവാണ്, എന്നെക്കാളും ഒരു ഹയർ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ എന്താ പറയണ്ട, ഒരു വ്യക്തിക്ക് എന്നോട് പ്രണയമാണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടാകുന്നു. അതിനെയാണ് എറോട്ടോമാനിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ജെലസ് ഡെലൂഷൻസ് എന്താണ്? അത് ദീസ് ആർ അൺഫൗണ്ടഡ് ബിലീഫ് ദാറ്റ് എ പാർട്ട്ണർ ഇസ് ബീങ് അൺഫെയ്ത്ത്ഫുൾ. അപ്പോ സ്പൗസ് അൺഫെയ്ത്ത്ഫുൾ ആണെന്നുള്ള നിരന്തരമായ ആ ഒരു വിശ്വാസം, സ്പൗസ് എന്നെ വഞ്ചിക്കുന്നുണ്ട് എന്ന് നിരന്തരമായ ഉള്ള ആ ഒരു തോന്നൽ, അതാണ് ജെലസ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി, പെർസിക്യൂട്ടറി ഡെലൂഷൻസ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. ആൻഡ് നമ്പർ 10, which schedule of reinforcement involves delivering rewards after an unpredictable number of responses? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോ. വിച്ച് സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഏത് സ്കെഡ്യൂളാണ് ശരിക്കും ഡെലിവറിങ് റിവാർഡ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് ആഫ്റ്റർ ആൻ അൺപ്രെഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസ്, ഒരു അൺപ്രെഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസിന് ശേഷം വരുന്നതാണ്. അപ്പൊ ഇതെന്താണ്? ഇവിടെ നമുക്ക് എടുക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ ആണ് നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ ആണ് ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അതായത് ഒരു അൺപ്രെഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസിന് ശേഷം ആ ഒരു ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് ഈ വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് സ്കെഡ്യൂൾ ശരിക്കും എന്താ അത് ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹൈ ആൻഡ് സ്റ്റഡി റേറ്റ് ഓഫ് റെസ്പോണ്ടിങ്. അപ്പോൾ ഒരു ഹൈ നമ്പർ ഓഫ് റെസ്പോൺസസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് കോമൺലി നമ്മളിത് ഈ ചീട്ടുകളി, ചൂതാട്ടം, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിൽ നമ്മളിത് കോമൺ ആയിട്ട് കാണുന്നു എന്നുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ, വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ എന്നുള്ളത്. ഫിക്സ്ഡ് ഇന്റർവെൽ സ്കെഡ്യൂൾ, ഓപ്ഷൻ എ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും റീഎൻഫോഴ്സ്മെന്റ് തരുന്നതാണ്. പക്ഷെ അതൊരു ഫിക്സ്ഡ് പീരിയഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് ഒരു റീഇൻഫോഴ്സ്മെന്റ്. അപ്പം ഓപ്ഷൻ സിയിൽ ഫിക്സ്ഡ് റേഷ്യോ സ്കെഡ്യൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ അത് ഒരു ബിഹേവിയറിനെ അത് റീഇൻഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ എപ്പോൾ റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പ്രെഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസിന് ശേഷം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസ് വന്നതിന് ശേഷം, അതാണ് ഫിക്സ്ഡ് റേഷ്യോ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് റിവാർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ഇറ്റ് ഒക്കേഴ്സ് എവറി ടൈം, എപ്പോഴും നടക്കുന്നതിനെ കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നമ്പർ 11, വാട്ട് ഈസ് ദി കൺഫർമേഷൻ ബയാസ് ഇൻ സോഷ്യൽ സൈക്കോളജി? സോഷ്യൽ സൈക്കോളജിയിൽ ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വാട്ട് ഇസ് ദിസ്? ഈ ഒരു കൺഫർമേഷൻ ബയാസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ശരിക്കും ആ ഒരു ടെൻഡൻസി ടു സെർച്ച് ഫോർ, തിരയാൻ. എന്തിന് തിരയാൻ? അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ, ഇനി അതും അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ. അപ്പൊ എന്തൊക്കെയാണ്? നമ്മള് ഇൻഫർമേഷൻ ആണ്. ഒന്നുകിൽ വി ആർ സെർച്ചിങ് ഫോർ ദ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിൽ നിന്ന് അർത്ഥം കാണാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ റിമെമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ദിസ് കൺഫേംസ് വൺസ് പ്രീ എക്സിസ്റ്റിംഗ് ബിലീവ്സ് while ignoring or downplaying evidence that contradicts those beliefs. അപ്പോൾ എന്താ ഈ ഒരു കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷനിൽ പ്രൂഫ് ഉണ്ട്, അത് അങ്ങനെയല്ല എന്നുള്ള പ്രൂഫ്. പക്ഷെ എൻ്റെ വിശ്വാസം എന്താണ്? അത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രൂഫ് ഉണ്ടെങ്കിലും ആ ഒരു പ്രൂഫിനെ ഞാൻ ഇഗ്നോർ ചെയ്തുകൊണ്ട് എൻ്റെ വിശ്വാസത്തിന്റെ പിന്നിൽ ഞാൻ അങ്ങ് പോകും. കാരണം അതാണ് എൻ്റെ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന സംഗതി. So that is what is confirmation bias എന്നുള്ളത്. So option B,
ടെൻഡൻസി ടു ഇഗ്നോർ ഓൾ ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീഡ്ബാക്ക് ഇഗ്നോർ ചെയ്യുന്നത് ഇസ് ആസ് എ റിസൾട്ട് ഓഫ് കൺഫർമേഷൻ ബയാസ്. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും പറഞ്ഞാലും നമ്മളത് കേൾക്കുന്നില്ല. അതിന് മറ്റാരെങ്കിലും പറയുന്നതിനെ ഇവിടെ പ്രൂഫ് ഒന്ന് കണക്കാക്കിക്കോളൂ. പക്ഷെ അവർ പറയുന്ന ഒരുപക്ഷെ നമ്മളെക്കാളും അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കാം, പക്ഷെ അതിന് നമ്മൾ കണക്കിലാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട് ഓപ്ഷൻ ബിയില്. പക്ഷേ ബയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആ ബയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക്കലി അതിനകത്ത് ആ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ ടു എവിഡൻസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് എന്താ പറയേണ്ടത്, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സംഗതി ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട്, ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നില്ല. കാരണം കൺഫർമേഷൻ ബയാസ് എന്താണ്, നമ്മുടെ ആ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിനെതിരെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രൂഫിനെ തള്ളിക്കളയുന്നു. ഓപ്ഷൻ സിയിലോ സ്ട്രാറ്റജി ടു മാനേജ് സോഷ്യൽ ഇന്ററാക്ഷൻസ് മോർ എഫക്റ്റീവ്ലി. അപ്പോൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് ഒരു 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 ഡെലിബറേറ്റ് ആയിട്ടുള്ള മനഃപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ല, അതൊരു കൊഗ്നിറ്റീവ് ബയാസ് ആണ്. അപ്പൊ ഇവിടെ ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത്, അല്ലെ? ഇനി ഓപ്ഷൻ ഡി, ദ എബിലിറ്റി ടു കറക്റ്റ് കോഗ്നിറ്റീവ് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ. അപ്പൊ കൺഫർമേഷൻ ബയാസ് ശരിക്കും എന്താണ്, കോഗ്നിറ്റീവ് എറേഴ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. അപ്പൊ പ്രൂഫ് ഉണ്ട്, പക്ഷെ ഞാൻ ആ പ്രൂഫിനെതിരെയുള്ള സംഗതിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ തെറ്റായ കാര്യം വിശ്വസിച്ചിരിക്കുകയാണ്. കൺഫർമേഷൻ ബയാസിൽ തെറ്റായ കാര്യം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതിനെ കറക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും ഇതിന്റെ ആൻസർ അല്ല എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12. What does self-discrepancy theory suggest about ought self? What is the ought self? അപ്പോൾ സെൽഫ് ഡിസ്ക്രിപ്പൻസി തിയറി ought സെൽഫിനെ കുറിച്ച് ശരിക്കും എന്താണ് പറയുന്നത്? അപ്പോൾ ought സെൽഫ് എന്ന് പറയുമ്പോൾ ഈ സെൽഫ് ഡിസ്ക്രിപ്പൻസി തിയറി പ്രകാരം ഇത് റെഫർ ചെയ്യുന്നത് ഇസ് ഓൺ ഹൗ വി ബിലീവ് വി ഷുഡ് ബി. ഞാൻ എങ്ങനെയാകണം എന്നുള്ള എൻ്റെ വിശ്വാസത്തിനെയാണ് ought, ഞാൻ ആവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഇത് നമ്മൾ എന്താ പറയേണ്ടത്, സൊസൈറ്റി, കൾച്ചറൽ, ഫാമിലി എക്സ്പെക്ടേഷൻസ്. അപ്പൊ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ, കൾച്ചറൽ എക്സ്പെക്ടേഷൻ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മളിലുള്ള ഒരു പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ought സെൽഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്പൻസി ഇവിടെ വരുമല്ലോ. ആക്ച്വൽ സെൽഫ് നമ്മൾ എന്താണോ അതും ഈ ought സെൽഫുമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്പൻസി. അപ്പം ആക്ച്വൽ സെൽഫ് നമ്മൾ ഇവിടെ നിൽക്കുന്നു, എന്നാൽ ഞാൻ ആകാൻ ആഗ്രഹിച്ചത് ought സെൽഫ് ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നല്ലോ, അതാണ് ആ ഒരു ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ഞാൻ ഇവിടത്തേക്ക് എനിക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല, അപ്പോഴത്തേക്ക് അവിടെ ഒരു ഡിസ്ക്രിപ്പൻസി അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഡിസ്ക്രിപ്പൻസി ഉണ്ടാകുമ്പോഴത്തേക്ക് ആങ്സൈറ്റി ഉണ്ടാകും, ഗിൽറ്റ് വരും, പശ്ചാത്താപം വരും, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വരാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ഇനി അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഇസ് ദ വേർഷൻ ഓഫ് ourselves we feel we should be. നമ്മൾ എന്താകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസ്. എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതീക്ഷകൾ, അതേപോലെ നമ്മുടെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. സോ ഓപ്ഷൻ എയിൽ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നത് ഇറ്റ് ഇസ് ദ പേഴ്സൺ വി വാണ്ട് ടു ബിക്കം ബേസ്ഡ് ഓൺ പേഴ്സണൽ ഗോൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഐഡിയൽ സെൽഫ് ആണ്, അല്ലേ? ought സെൽഫ് അല്ല, ഐഡിയൽ സെൽഫ് ആണ്, റൈറ്റ്? ആൻഡ് ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? ഇറ്റ് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹൗ അതേഴ്സ് വ്യൂ അസ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ സെൽഫ് എന്ന് പറയാം ഇത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ സെൽഫ് പെർസെപ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ അൺഅറ്റൈനബിൾ പേഴ്സണൽ ആസ്പിറേഷൻസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത, നമുക്ക് അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കാത്ത നമ്മുടെ ആഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ought സെൽഫ് എന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് ഇവിടെ ഓപ്ഷൻ ഡിയിൽ തന്നേക്കുന്നത്. അപ്പോ ഒരു തരത്തിൽ നോക്കിയാൽ അത് ഏകദേശം അടുത്തൊക്കെ എത്തുന്നുണ്ട്, അല്ലേ? പക്ഷെ ought സെൽഫ് എന്ന് പറയുന്നത് ഇസ് ഫോക്കസ്ഡ് ഓൺ സൊസൈറ്റിയൽ അല്ലെങ്കിൽ മോറൽ എക്സ്പെക്ടേഷൻസ്. അത് പേഴ്സണൽ ആസ്പിറേഷൻസിനെ ബേസ് ചെയ്തല്ല. നോക്ക്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സൊസൈറ്റി, ഫാമിലി ആൻഡ് അതേപോലെ കൾച്ചർ, അത് നമ്മൾ എവിടെ എത്തണം എന്ന് പറയുന്നോ അതാണ് നമ്മുടെ ought സെൽഫ് എന്ന് പറയുന്നത്.
നമുക്ക് പേഴ്സണൽ ആസ്പിറേഷൻസോട് കൂടി എത്തുന്നതല്ല ഓഡ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണൽ ആസ്പിറേഷൻസ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. നമ്പർ 13, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിസ്പേർഷൻ മെഷേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്? അപ്പൊ ഈ ഡിസ്പേർഷൻ മെഷേഴ്സ് എന്തിനാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. ഓക്കെ, സോ ഡിസ്പേർഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ, വേരിയൻസ് ഒരു ഡിസ്പേർഷൻ മെഷറാണ്. ഡീവിയേഷൻ, അതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ഡിസ്പേർഷൻ മെത്തേഡാണ്. റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിസ്പേർഷൻ മെത്തേഡാണ്. അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇൻഫർമേഷൻ തരികയാണ് ഓൺ ഹൗ സ്പ്രെഡ് ഔട്ട് ആൻഡ് ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡേറ്റ പോയിന്റ്സ് ആർ ഇൻ എ ഡേറ്റ സെറ്റ്. അപ്പൊ അത് എന്തുമാത്രം സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നു, എന്തുമാത്രം ഡിസ്റ്റൻസിൽ ഓരോ ഡേറ്റ കിടക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മളെ കാണിക്കുകയാണ് ഓരോ ഡേറ്റ സെറ്റിലും. അപ്പൊ ഇത് നമ്മളെ എന്താ പറയേണ്ടത്, നമുക്ക് ആ ഒരു വേരിയബിലിറ്റി, അപ്പൊ ആ ഒരു ഡേറ്റ വേരിയബിൾ ആണോ, ആ ഒരു ഡേറ്റ കൺസിസ്റ്റന്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ എന്താ പറയേണ്ടത്, ഈ ഡിസ്പേർഷൻ മെഷേഴ്സ് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ടു ഡിറ്റർമിൻ ഹൗ മച്ച് വാല്യൂസ് ഡീവിയേറ്റ് ഫ്രം ദ മീൻ. ആ ഒരു മീൻ വാല്യൂവിൽ നിന്ന് എന്തുമാത്രം അകലത്തിലാണ് മറ്റ് ഡേറ്റ കിടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 40% പാസ് മാർക്ക്, 100-ൽ 40%, അപ്പൊ 40 മാർക്കാണ് പാസ് മാർക്ക്. അപ്പോ 40-നെ നമ്മൾ അവിടെ നടുക്ക് വെച്ചാല് 40-ൽ താഴോട്ട് മാർക്ക് കിട്ടിയിട്ടുള്ളവരുണ്ടാകും, 40-ന് മുകളിലേക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാകും, അല്ലെ? അപ്പോ 40-ൽ നിന്ന് എന്തുമാത്രം മുകളിലേക്ക് പോയി, 40-ൽ നിന്ന് എന്തുമാത്രം താഴേക്ക് വന്നു, അതാണ് ആ ഡേറ്റ വേരിയേഷൻ. അപ്പൊ ചിലർക്ക് 39 കാണും, 38 കാണും, 20 കാണും, 25 കാണും, 12 കാണും, ചിലർക്ക് 50 കാണും, 60 കാണും, 80 കാണും. അപ്പൊ ഇതിന് ഒരു എന്താ പറയണ്ടേ, ഒരു കറക്റ്റ് രീതിയിലാണോ പോയേക്കുന്നത്? അതായത് 40 കഴിഞ്ഞിട്ട് പിന്നെ 42, 46, 48 അങ്ങനെ പോയിരിക്കുന്നോ? അതോ 40 കഴിഞ്ഞിട്ട് പിന്നെ 41, പിന്നെ 49, പിന്നെ 57, പിന്നെ 75 അങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലാതെ പോയേക്കുന്നോ? അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബിയിൽ പറയുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് എ ഡേറ്റ സെറ്റ്. അപ്പൊ ഈ ഒരു ആവറേജ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് മീൻ, മീഡിയൻ, മോഡ്, ഇതൊക്കെയാണ് ആവറേജസ് എന്ന് പറയുന്നത്, പക്ഷേ ഡിസ്പേർഷൻ അല്ല. ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താണ്? ടു മെഷർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തങ്ങളിലുള്ള ആ ഒരു ബന്ധം എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ് എന്ന്. അപ്പൊ അത് ശരിക്കും കോറിലേഷൻ ആണ്, അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയാം, ഡിസ്പേർഷൻ അല്ല. ഇനി ഓപ്ഷൻ ഡിയില് ടു കമ്പ്യൂട്ട് ദ സം ഓഫ് ഓൾ ഡേറ്റ പോയിന്റ്സ്. ഇപ്പൊ ഡേറ്റ പോയിന്റ്സിനെ സം ചെയ്യുക എന്ന് പറയുന്നത് ബേസിക് അർത്ഥമാറ്റിക്കിന്റെ ഒരു ഭാഗമാണ്, അല്ലെ? ഒരു ബേസിക് അർത്ഥമാറ്റിക് ഓപ്പറേഷൻ, അതായത് എഡിഷൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഡിസ്പേർഷൻ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ടു ഡിറ്റർമിൻ ഹൗ മച്ച് വാല്യൂസ് ഡീവിയേറ്റ് ഫ്രം ദ മീൻ. ആ ഒരു മീൻ വാല്യൂവിൽ നിന്ന്, മീൻ എന്താണ്? മീൻ ഇസ് പാർട്ട് ഓഫ് ആൻ എന്താ പറയണ്ട, ഒരു ആവറേജിന്റെ ഭാഗമാണ് മീൻ എന്ന് പറയുന്നത്. Next one, in social action, which approach focuses on peaceful negotiation? സോഷ്യൽ ആക്ഷനില് പീസ്ഫുൾ നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് അപ്രോച്ച് ആണ്? അഗ്രഷൻ ആണോ, വയലൻസ് ആണോ, കൺഫ്രണ്ടേഷൻ ആണോ, അഡ്വക്കേസി ആണോ? ഇതിലേതാണ് പീസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു സംഗതി? ഇപ്പം അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അല്ലേ? ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അഗ്രഷൻ എന്ന് പറയാം. വയലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അറിയാം, ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ച് ഉന്തും തള്ളും ഇടിയും അടിയും ഒക്കെ നടത്തുന്നതാണ് വയലൻസ് എന്ന് പറയുന്നത്. ആൻഡ് കൺഫ്രണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേരിടുക എന്നുള്ളത്, ചാലഞ്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയും പീസ്ഫുൾനെസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അഡ്വക്കേസി, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അഡ്വക്കേസി എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് എന്താ പറയേണ്ടത്, ദ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് നെഗോഷിയേറ്റിംഗ് for the rights and needs of individuals or groups through peaceful means. സമാധാനമായ ചർച്ചകളിലൂടെ നടത്തുന്നതാണ് ഈ അഡ്വക്കേസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്, സോഷ്യൽ ചേഞ്ച് നമുക്കിവിടെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഹാപ്പൻസ് ത്രൂ ഡയലോഗ്, ചർച്ചകളിലൂടെ അത് നടക്കുന്നത്, നെഗോസിയേഷനിലൂടെ അത് നടക്കുന്നത്.
ആൻഡ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ആ ഒരു ഗോളിലേക്ക് പ്രവർത്തിക്കുന്നതാണ് കൊളാബറേഷൻ. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റോ വയലൻസോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് പീസ്. ഓക്കെ, അടുത്ത നമ്പർ 15. വാട്ട് ഇസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി ഹൈപ്പോതലാമസ് ഇൻ മോട്ടിവേഷൻ? മോട്ടിവേഷനിൽ ഹൈപ്പോതലാമസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? ഹൈപ്പോതലാമസ് ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം അല്ലേ, ആ ബ്രെയിനിലുള്ളത്. ആൻഡ് അതിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ റെഗുലേറ്റിംഗ് ദ ബേസിക് ബയോളജിക്കൽ ഡ്രൈവ്സ്. ആ ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ ഡ്രൈവ്സ് ഉണ്ടല്ലേ, ഹങ്കർ, തേഴ്സ്റ്റ്, ദാഹം, ബോഡി ടെമ്പറേച്ചർ, ഒത്തിരി ചൂടെടുത്താൽ നമ്മൾ എന്താ ചെയ്യുക, ആൻഡ് സെക്ഷുവൽ ആക്ടിവിറ്റി. ഇതൊക്കെ ആ ഒരു ബേസിക് ബയോളജിക്കൽ ഡ്രൈവ്സ് ആണ്. സോ വാട്ട് ഇസ് ഇറ്റ് ഡൂയിങ് ഹിയർ? അപ്പോൾ ഇത് മോട്ടിവേഷനിൽ ഒരു പ്രധാന റോൾ ഇവിടെ എടുക്കുന്നുണ്ട്, ഈ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനകത്ത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, കൺട്രോളിങ് ഹോമിയോസ്റ്റാസിസ് ആൻഡ് ബേസിക് ബയോളജിക്കൽ ഡ്രൈവ്സ്. അത് തന്നെയാണ് ഈ ഹൈപ്പോതലാമസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ, വേ ദ ബ്രെയിൻ ഇസ് കൺസേൺഡ്. ഓപ്ഷൻ എ നമ്മൾ നോക്കിയാലോ, റെഗുലേറ്റിംഗ് ഫിയർ ആൻഡ് ഇമോഷണൽ മെമ്മറി എന്നുള്ളതാ പറയുന്നത്. സോ ഇവിടെ അമിഗ്ഡാലയാണ് ആ ഒരു പണി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭയം അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും ഇമോഷണൽ മെമ്മറി റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ അമിഗ്ഡാല. ഓപ്ഷൻ സി എന്താണ്? ജനറേറ്റിംഗ് കോഗ്നിറ്റീവ് റെസ്പോൺസസ് ടു എൻവയറമെന്റൽ സ്റ്റിമുലൈ. അപ്പൊ കോഗ്നിറ്റീവ് റെസ്പോൺസസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും സെറിബ്രൽ കോർട്ടെക്സ് അതിനെ അങ്ങ് കൈകാര്യം ചെയ്തോളും, ഹൈപ്പോതലാമസ് അല്ല. ഓപ്ഷൻ ഡിയിൽ എന്താണ്? സ്റ്റോറിങ് ലോങ് ടേം മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് എന്താ പറയേണ്ടത്, ലോങ് ടേം മെമ്മറി സ്റ്റോറേഷനുമായിട്ട് പ്രധാനപ്പെട്ട് വർക്ക് ചെയ്യുന്നത്, ഹൈപ്പോതലാമസ് അല്ല. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. റൈറ്റ്, ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. Let's move on to the next question, number 16. In problem solving, what is the key limitation of using heuristics? പ്രോബ്ലം സോൾവിങ്ങിൽ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന പോരായ്മ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഹ്യൂറിസ്റ്റിക്സ് എന്താണ്? നമുക്കുള്ള മെന്റൽ ഷോർട്ട് കട്ട്സ് ആണല്ലേ. നമ്മുടെ ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനെ, നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മെന്റൽ ട്രിക്സ് ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പലപ്പോഴും ഈ ഹ്യൂറിസ്റ്റിക്സ് ഈ ഒരു മെന്റൽ ഷോർട്ട് കട്ട്സ് ആയതുകൊണ്ട് തന്നെയാണ് ദേ ലീഡ് ടു കോഗ്നിറ്റീവ് ബയാസസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എറേഴ്സ് അവിടെ ഉണ്ടാകാം. ഹ്യൂറിസ്റ്റിക്സിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എറേഴ്സ് അവിടെ വരാം. അപ്പൊ കാരണം ഇതാ സിംപ്ലി എന്താ പറയേണ്ടത്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ അങ്ങ് കൈകാര്യം ചെയ്യാണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ കൂടുതൽ ചിന്തയൊന്നും അതിനകത്ത് ഇടാതെ അങ്ങ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അസംഷൻസിൽ റിലൈ ചെയ്യും. ആ ഒരു റിയൽ ഇൻഫർമേഷനിൽ ഒരു പക്ഷേ റിലൈ ചെയ്യുന്നില്ല, അസംഷൻസിലേക്ക് അങ്ങ് പോകുന്നു, ഒരു കൃത്യമായ ഒരു അനാലിസിസ് അവിടെ നടത്താതെ അങ്ങ് പോകുന്നു. അപ്പൊ ഇത് എഫിഷ്യന്റ് ആകാം. എഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ചുരുക്കം സമയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഫിഷ്യന്റ് ആണെന്ന് പറയാം. പക്ഷെ ആക്യുറേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അത് എഫക്റ്റീവ് ആകണമെന്ന് നിർബന്ധവും ഇല്ല. ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പോരായ്മ അതാണ്. സോ ഓപ്ഷൻ സി, they can lead to biased judgments. അതാണ് നമ്മുടെ ആൻസർ ഇവിടെ. അപ്പോൾ ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? they are too slow and methodical. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, ക്വിക്കായിട്ട് നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യന്റ് ആകണം, എഫക്റ്റീവ് ആകണമെന്ന് നിർബന്ധമല്ല. അത് മെത്തോഡിക്കലും അല്ല, സ്ലോയും അല്ല. ഒരു മെത്തേഡ് ഒന്നും അവിടെ ഫോളോ ചെയ്യുന്നില്ല, എന്നാൽ അത് സ്ലോയും അല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ they always guarantee a correct solution. ഹ്യൂറിസ്റ്റിക്സിനെ കുറിച്ച് അത് തെറ്റാണ്. അതിവിടെ ഗ്യാരണ്ടീഡ് അല്ല ആ ഒരു സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓപ്ഷൻ ഡി, ദേ ആർ ഓൺലി യൂസ്ഫുൾ ഫോർ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. ഇപ്പൊ ഹ്യൂറിസ്റ്റിക്സ് നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം. ജസ്റ്റ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിന് മാത്രമല്ല. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ മെത്തോഡിക്കലായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അല്ലേ. So, number 17. Which approach to preschool education focuses on nurturing imagination and creativity over academic learning? അപ്പോൾ
ഈ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അക്കാഡമിക് ലേണിംഗ് ഉണ്ട്. അതാണ് നമ്മൾ ബുക്കിൽ നോക്കി നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ, അല്ലെ? അതേപോലെ അവിടെ കുട്ടികളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. ഇത് രണ്ടും രണ്ട് ഘടകങ്ങളാണ്. അപ്പൊ ഇതിൽ ഏത് പ്രീ സ്കൂൾ അപ്രോച്ചാണ് എന്താ പറയേണ്ടത്, ഈ ഒരു ഇമാജിനേഷനെയും ക്രിയേറ്റിവിറ്റിയിലും ഫോക്കസ് ചെയ്യുന്നത്? അക്കാഡമിക് ലേണിംഗ് ഉണ്ടെങ്കിലും അക്കാഡമിക് ലേണിംഗിലല്ല അവരുടെ ഫോക്കസ് എന്നുള്ളത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഒരു സ്ട്രോങ് എംഫസിസ് കൊണ്ടുവരുന്നത് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വേൾഡ് ഓഫ് എഡ്യൂക്കേഷനിൽ എന്താ പറയേണ്ടത്, അക്കാഡമിക് ആയിട്ടുള്ള ടാസ്കുമായിട്ട് ഒരു ഏർലി ചൈൽഡ്ഹുഡിലുള്ള ഒരു ഫോക്കസ് അവിടെ കൊണ്ടുവരുന്നില്ല. ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഗെയിംസ്, പ്ലേസ്, അതൊക്കെയാണ് എസെൻഷ്യൽ പാർട്സ് ഓഫ് ലേണിംഗ് എന്നുള്ളത് അവർ പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, മോണ്ടിസറി മെത്തേഡിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, മോണ്ടിസറി മെത്തേഡ് തീർച്ചയായിട്ടും ഒരു ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് തന്നെയാണ്. ആൻഡ് അവിടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി അധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് അവിടെ മോണ്ടിസറി മെത്തേഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മോണ്ടിസറി മെത്തേഡിനകത്ത് അക്കാഡമിക് എലിമെന്റ്സും വളരെ നേരത്തെ തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഈ റെജിയോ എമിലിയ അപ്രോച്ച് ഓപ്ഷൻ സിയിൽ വരുന്നത്, ഈ ഒരു അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന എംഫസിസ് എന്ന് പറയുന്നത് ഇസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയൺമെന്റ് ഇൻ ലേണിംഗ്. ആ ഒരു പഠിക്കുന്ന അന്തരീക്ഷം, ആ ഒരു സാഹചര്യം, വീട്ടിലെ അന്തരീക്ഷം, സ്കൂളിലെ അന്തരീക്ഷം, അതാണ് ആ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, കുട്ടികളെ സ്വയം അവർ തന്നെ എക്സ്പ്ലോർ ചെയ്ത് ഇൻക്വയർ ചെയ്ത് അവർ പഠിക്കട്ടെ. ജസ്റ്റ് ക്രിയേറ്റിവിറ്റിയിൽ മാത്രമല്ല, എക്സ്പ്ലോറേഷനിൽ കൂടെ അവരെ ഒന്ന് ഫോക്കസ് ചെയ്ത്, കാരണം അവർ തന്നെ പോയി ഇതെന്താണ് എന്നുള്ള ആ ഒരു ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും. ആൻഡ് പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കണക്കിന് നമുക്ക് പറയാം, പ്ലേ ബേസ്ഡ് ലേണിംഗ് ഏതെടുത്തിരുന്നാലും ശരി അത് ക്രിയേറ്റിവിറ്റിയെ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്, അല്ലേ? നമുക്ക് പ്ലേ ബേസ്ഡ് ലേണിംഗ് മോണ്ടിസറി മെത്തേഡിൽ കൊണ്ടുവരാം, വാൾഡോഫിൽ കൊണ്ടുവരാം, ഈ എമിലിയ അപ്രോച്ചിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ അപ്രോച്ച് തന്നെയാണ്. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി അല്ല ഈ വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോണ്ടിസറി മോഡൽ അല്ലെങ്കിൽ റെജിയോ എമിലിയ എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയേണ്ട എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പ്ലേ ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. ഒരു പക്ഷെ അത് ഈ എല്ലാ ഫിലോസഫിയുടെയും ഭാഗമായിട്ട് അത് വരാം എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ ബാൻഡൂറാസ് സോഷ്യൽ ലേണിംഗ് തിയറി, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ബിലീഫ് ഇൻ വൺസ് ആക്ടിവിറ്റി ടു സക്സീഡ് ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ്? അപ്പൊ ഇവിടെ എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി, ബാൻഡൂറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി ഇവിടെ എടുത്തിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരു സ്പെസിഫിക് ടേമിന്റെ കാര്യം ചോദിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ ബിലീഫ് ഇൻ വൺസ് എബിലിറ്റി ടു സക്സീഡ് ഇൻ സ്പെസിഫിക് സിറ്റുവേഷൻസ്? അതായത് ആ ഒരു കിട്ടുന്ന പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസം, അതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സെൽഫ് എഫിക്കസി ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഈ ഒരു കോൺസെപ്റ്റ് ആൽബർട്ട് ബാൻഡൂറ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ എഫിക്കസി, സെൽഫ് എഫിക്കസി എന്ന് പറയുന്നതാണ് ദ ബിലീഫ്. ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ കേപ്പബിലിറ്റീസിലുള്ള ബിലീഫ്, എനിക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും, എനിക്ക് സക്സീഡ് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മോട്ടിവേഷനിൽ, ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ, ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെയൊക്കെ വളരെയധികം സ്വാധീനിക്കും, അല്ലെ, ഈ ഒരു ബിലീഫ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി ഓപ്ഷൻ ബി ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു വെദർ ഇൻഡിവിജ്വൽസ് അട്രിബ്യൂട്ട് ഔട്ട്കംസ് ടു ദിയർ ഓൺ ആക്ഷൻസ്. അതിനെ ഇന്റേണൽ ലോക്കസ് എന്ന് പറയും. ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെ എക്സ്റ്റേണൽ ലോക്കസ് എന്ന് പറയും. അപ്പൊ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തികള് എന്താ പറയണ്ടേ, അവരുടെ ഔട്ട്കമിനെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം, അതിനെ അവരുടെ സ്വന്തം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണോ അതോ എൻ്റെ കാരണമല്ല അത് മറ്റത് കാരണം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതാണോ, അതിനെയാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്.
ഓപ്ഷൻ സിയിൽ റീഇൻഫോഴ്സ്മെന്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു ബിഹേവിയർ എൻകറേജ് ചെയ്യുന്നു റിവാർഡ്സ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഡിസ്കറേജ് ചെയ്യുന്നു പണിഷ്മെന്റ് കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ അവര് എന്താ പറയേണ്ടത്, എബിലിറ്റി ഇൻ സെൽഫ് എന്നുള്ള ബിലീഫ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ആൻഡ് ദെൻ വി ഹാവ് ദി ഒബ്സർവേഷണൽ ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് അവരെ കണ്ടു പഠിക്കുക എന്നൊക്കെയുള്ളത്. അത് ഒരു പഠനത്തിന്റെ ഒരു രീതിയാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അത് എന്താ പറയേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് എ ബിലീഫ് ഇൻ വൺസ് എബിലിറ്റി ടു സക്സീഡ് എന്നുള്ളത്. ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻ 19 ഇതാണ്, ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ഡസ് ദ ഫീറ്റസ് ബിഗിൻ പ്രാക്ടീസിങ് മൂവ്മെന്റ്സ് ലൈക്ക് സക്കിംഗ് ആൻഡ് ബ്രീതിങ്. അപ്പം സക്കിംഗ്, ബ്രീതിങ് എന്നൊക്കെ ഉള്ളത് ഏത് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് ആ ഒരു ഫീറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ സി, ഫീറ്റൽ സ്റ്റേജിലാണ്. ശരിക്കും ആ ഒരു ഫീറ്റൽ സ്റ്റേജ് ഏകദേശം എന്താ പറയേണ്ടത്, ആ 9th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലല്ലേ ഫീറ്റൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സ്റ്റേജ് വിൽ കണ്ടിന്യൂ ടിൽ ദ ചൈൽഡ് ഇസ് ബോൺ. പ്രസവം വരെ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു പീരിയഡിൽ ശരിക്കും ആ കുഞ്ഞ് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മൂവ്മെന്റ് നമുക്ക് ചവിട്ടൊക്കെ കിട്ടാറുണ്ട് അല്ലേ, മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്താണ് ഈ സക്കിങ്, ബ്രീതിങ്, സ്വോളോയിങ് ഇതൊക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും ഈ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. നെർവസ് സിസ്റ്റത്തിന്റെ, മസ്കുലർ സിസ്റ്റത്തിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നു. ഇനി ജെർമിനൽ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ജെർമിനൽ സ്റ്റേജ് ആക്ച്വലി ആ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 2 വീക്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ജെർമിനൽ സ്റ്റേജിൽ പ്രധാനമായിട്ട് സെൽ ഡിവിഷനും ഇംപ്ലാന്റേഷനുമാണ് നടക്കുന്നത്. യൂട്രസിന്റെ വാളിൽ ഇംപ്ലാന്റ് ആകുന്നു എന്നുള്ള ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒന്നും ഈ സ്റ്റേജിൽ നമുക്ക് ഇല്ല. ഇനി ഓപ്ഷൻ ബി, എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കോ, എംബ്രിയോണിക് സ്റ്റേജ് ശരിക്കും ആ ഒരു 3ാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ചയിലേക്ക് എത്തുന്ന അല്ലെ, പ്രഗ്നൻസിയുടെ 3 മുതൽ 8 ആഴ്ച വരെ വരുന്നത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ ഫോം ചെയ്ത് ഡെവലപ്പായി വരുന്നു. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നിയോനേറ്റൽ സ്റ്റേജ് ആണ്. നിയോനേറ്റൽ സ്റ്റേജ് ജനിക്കുന്നതോടുകൂടി നിയോനേറ്റൽ സ്റ്റേജിലേക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് മോട്ടിവേഷണൽ തിയറീസ് വിത്ത് യാ കീ ഫോക്കസ്. അപ്പൊ ഇവിടെ തിയറി ആര് പ്രൊപ്പോസ് ചെയ്തു എന്നുള്ളതല്ല ചോദ്യം, ഇത് ഓരോ തിയറിയുടെ പ്രധാന ഫോക്കസ് എന്താണ്. അപ്പൊ നമുക്കിവിടെ ഉണ്ട് ഡ്രൈവ് റിഡക്ഷൻ തിയറി ഉണ്ട്, ഇൻസെന്റീവ് തിയറി ഉണ്ട്, അറൗസൽ തിയറി ഉണ്ട്. കറക്റ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ എ ഗോസ് ടു 3. അപ്പൊ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയർ ഇസ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ഫിസിയോളജിക്കൽ ടെൻഷൻ. ആ ഫിസിയോളജിക്കൽ ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബിഹേവിയർ നമ്മൾ അതിലേക്ക് എയിം ചെയ്യുന്നു, അല്ലെങ്കിൽ ബിഹേവിയർ ആ രീതിയിൽ മാറ്റുന്നു. ഇനി ഇൻസെന്റീവ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് ഗോസ് ടു 2. മോട്ടിവേഷൻ ഇസ് ഡ്രിവൻ ബൈ എക്സ്റ്റേണൽ റിവാർഡ്സ്. അതാണ് ഇൻസെന്റീവ്. ഞാൻ ഒരു കാര്യം ചെയ്താൽ എനിക്കെന്ത് കിട്ടും? ഇൻസെന്റീവ്. അറൗസൽ തിയറി സീക്കിംഗ് ടു മെയിൻറ്റെയിൻ ആൻ ഓപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ. അറൗസൽ തിയറി ശരിക്കും പറയുന്നത് ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികളും they seek to maintain an optimal level of arousal. ഒത്തിരി കൂടുതലായി പോകരുത്, ഒത്തിരി കുറവായി പോകരുത് എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് ഓരോ സാഹചര്യത്തിലും സിറ്റുവേഷനിലും ഒരു വ്യക്തിക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, സോ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. when we will call it part 2 of model test 2. Thank you very much for watching this part. ആൻഡ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. സോ സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് പ്രാക്ടീസ് well. Okay, see you in the next week.